പരിശുദ്ധ സിന്ധു യാത്രാ മാതാ ദേവാലയം വിഴിഞ്ഞം തുറമുഖത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന അത്യുഗ്രൻ തീർത്ഥാടന കേന്ദ്രം. വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ദേവാലയത്തിന്റെ ഗോപുരം 6 നിലകളിലായാണ് പണിഞ്ഞിരിക്കുന്നത്. ഗോപുരത്തിന്റെ മുകളിലായി അമ്മ മറിയം ഉണ്ണിയേശുവുമായി നിൽക്കുന്ന തിരുസ്വരൂപവും സ്ഥാപിച്ചിട്ടുണ്ട്. പരിശുദ്ധ സിന്ധു യാത്രാ മാതാവിന്റെ പെരുന്നാൾ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഞാൻ ചിത്രങ്ങൾ പകർത്താനെത്തിയത്. അതുകൊണ്ട് തന്നെ ദേവാലയമുറ്റത്ത് നിരവധി ഒഴിഞ്ഞ കസേരകൾ അടുക്കി വച്ചിരിക്കുന്നു. പെരുന്നാൾ ദിവസങ്ങളിൽ ദേവാലയത്തെ അലങ്കരിച്ചിരുന്ന തോരണങ്ങളും അലങ്കാര ദീപങ്ങളും അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ദേവാലയത്തിന്റെ മുൻഭാഗത്തായി തന്നെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുസ്വരൂപം വളരെ മനോഹരമായി സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. ദേവാലയ പരിസരങ്ങളിൽ താമസിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികളും മറ്റു മതസ്ഥരും അമ്മയുടെ തിരുമുമ്പിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് പതിവാണ്. ദേവാലയത്തിലെത്തുന്ന വിശ്വാസികളും തീർത്ഥാടകരും അമ്മ മറിയത്തിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അവരുടെ ധൈര്യവും ഐശ്വര്യവുമാണ് അമ്മ. വിശ്വാസികൾക്ക് നേർച്ചകൾ നിർവഹിക്കുന്നതിനും തങ്ങളുടെ സങ്കടങ്ങൾ അമ്മയുടെ തിരുമുമ്പിൽ ബോധിപ്പിക്കുന്നതിനുമുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അമ്മയുടെ തിരുസന്നിധിയിൽ നിന്നും ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ മുന്നോട്ട് നടന്നു. ദേവാലയ മുറ്റത്തായി തന്നെ പായ്ക്കപ്പലിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ഒരു ഫ്ലോട്ട് കിടക്കുന്നു. അമ്മയുടെ പെരുന്നാളിനെ മോടി പിടിപ്പിച്ച ഫ്ലോട്ടാണ് അതെന്ന് മനസ്സിലായി. വളരെ മനോഹരമായി തന്നെയാണ് ഫ്ലോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പഴയ പോർച്ചുഗീസ് നാവിക കപ്പലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഫ്ലോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോട്ട് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് നടന്നു. ദേവാലയത്തിന്റെ പ്രവേശന കവാടം. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ. ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അമ്മ മേരി ഉണ്ണിയേശുവുമായി വിശ്വാസികളെ സ്വീകരിക്കുന്ന രീതിയിൽ നിൽക്കുന്നത് കാണാം. അമ്മയെ കാണുമ്പോൾ തന്നെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു കുളിർമയാണ് അനുഭവപ്പെടുന്നത്. ദേവാലയത്തിന്റെ പ്രവേശന കവാടത്തിൽ തന്നെയാണ് വിശ്വാസികൾക്കായി കുമ്പസാരക്കൂടും ഒരുക്കിയിരിക്കുന്നത്. വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എണ്ണ, ഉപ്പ് എന്നിവ അമ്മയുടെ തിരുമുമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, നേർച്ചപ്പെട്ടിയും കാണാം. നിരവധി പരാതികളും പരിഭവങ്ങളുമാണ് വിശ്വാസികൾ അമ്മയുടെ തിരുമുമ്പിൽ ചെറിയ കടലാസുകളിൽ എഴുതി സമർപ്പിച്ചിരിക്കുന്നത്. എന്തു തന്നെ പ്രശ്നത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും വരുന്ന ഏതൊരു വിശ്വാസിയും അമ്മയുടെ തിരുമുമ്പിലെത്തുമ്പോൾ അവയെല്ലാം മറന്നു പോവുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്യുമെന്നത് ഒരു വാസ്തവമാണ്. ഞാൻ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. വളരെ നിശബ്ദമായ അന്തരീക്ഷം. ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു തന്റെ ഇരു കൈകളും നീട്ടി വിശ്വാസികളെ തിരുസന്നിധിയിലേക്ക് സ്വീകരിക്കുന്ന രീതിയിലാണ് അൾത്താര നിർമ്മിച്ചിരിക്കുന്നത്. വിശുദ്ധ സിന്ധു യാത്രാ മാതാവിന്റെ പെരുന്നാളിനോട് അനുബന്ധിച്ച് സ്ഥാപിച്ച തിരുസ്വരൂപങ്ങളൊന്നും ദേവാലയത്തിനുള്ളിൽ നിന്നും നീക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. നിരവധി തിരുസ്വരൂപങ്ങളാണ് ദേവാലയത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമാണ് അമ്മ മറിയം ഒരു കൈയിൽ ഉണ്ണിയേശുവും മറുകൈയിൽ ഒരു പായക്കപ്പലുമായി നിൽക്കുന്നത്. അവയെല്ലാം കടന്ന് ഞാൻ അൾത്താരയ്ക്ക് സമീപത്തേക്ക് നടന്നു. ദേവാലയത്തിന്റെ തറയെല്ലാം മുസേക്കുകളിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ദേവാലയം. അൾത്താരയ്ക്കുള്ളിൽ തന്നെ ഉണ്ണിയേശുവുമായി നിൽക്കുന്ന അമ്മ മറിയത്തിന്റെയും ക്രൂശിതനായ ക്രിസ്തുവിന്റെയും തിരുസ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. ഒരു ഭാഗത്തായി ഉണ്ണിയേശുവുമായി നിൽക്കുന്ന ജോസഫിന്റെ തിരുസ്വരൂപവും സ്ഥാപിച്ചിട്ടുണ്ട്. അൾത്താരയിൽ മറ്റൊരു ഭാഗത്തായി ക്രിസ്തു യേശുവിന്റെ തിരുസ്വരൂപവും സ്ഥാപിച്ചിരിക്കുന്നു. അൾത്താരയുടെ ഒരു ഭാഗത്തായി ക്രിസ്തുവിന്റെ ജനനത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നു. ക്രിസ്തുമസ് കഴിഞ്ഞുവെങ്കിലും പുൽക്കൂട് നീക്കിയിട്ടില്ല. വളരെ മനോഹരമായാണ് പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ഉണ്ണിയേശുവിനെ കാണുവാൻ വന്ന വിദ്വാൻമാരും ആട്ടിടയന്മാരും മാലാഖയും അങ്ങനെ എല്ലാവരുടെയും രൂപങ്ങൾ പുൽക്കൂടിൽ സ്ഥാപിച്ചിരിക്കുന്നു.
അൾത്താരയ്ക്കുള്ളിലും രണ്ട് മത്സ്യങ്ങൾക്കിടയിൽ കിടക്കുന്ന ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം ഒരുക്കിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അൾത്താരയ്ക്ക് മറുസൈഡിലായി കല്ലറയിൽ കിടക്കുന്ന ക്രിസ്തുവിനെയും ക്രൂശിതനായ ക്രിസ്തുവിനെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ സ്വരൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. നിരവധി വിശ്വാസികൾ ഈ തിരുസ്വരൂപങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ദേവാലയത്തിന്റെ ചുമരുകളിലെല്ലാം നിരവധി ചിത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ദേവാലയത്തിന്റെ മട്ടുപ്പാവും വളരെ മനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ദേവാലയത്തിന്റെ അൾത്താര വളരെ മനോഹരമായി നിർമ്മിക്കുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദേവാലയത്തിന് പുറത്തുനിന്ന് നോക്കിയാൽ സമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന ക്രിസ്തുവിന്റെ ഒരു കൂറ്റൻ സ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഞാൻ ദേവാലയ ഗോപുരത്തിന് മുകളിലേക്ക് കയറുവാൻ തീരുമാനിച്ചു. ആദ്യ നിലയുടെ മുകളിൽ നിന്നും ദേവാലയത്തിനുള്ളിലെ ഭംഗി ഞാൻ പകർത്തി. ഉയരത്തിൽ നിന്നും ചിത്രീകരിച്ചപ്പോൾ ദേവാലയത്തിനുൾവശം കുറച്ചുകൂടെ മനോഹരമായി തോന്നി. അതുപോലെ തന്നെയാണ് ദേവാലയത്തിന് പുറം ഭാഗവും. ഗോപുരത്തിന്റെ ഓരോ നിലകൾ കയറുമ്പോഴും ഞാൻ ചിത്രങ്ങൾ പകർത്തി. പ്രകൃതിയുടെ മനോഹാരിത വളരെ വ്യക്തമായി ചിത്രീകരിക്കുവാൻ സാധിക്കുന്നു എന്നത് മനസ്സിനെ വളരെ സന്തോഷപ്പെടുത്തി. ഓരോ നിലകൾ കയറുമ്പോഴും പ്രകൃതിയുടെ സൗന്ദര്യം വളരെ മനോഹരമായിരുന്നു. സമുദ്രത്തിൽ നിരവധി ബോട്ടുകൾ കിടക്കുന്നു, നിരവധി കെട്ടിടങ്ങൾ, അങ്ങനെ ഒത്തിരി കാഴ്ചകൾ. ആ കാണുന്നത് വിഴിഞ്ഞം ഹാർബറാണ്. ഹാർബറിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹാർബറിനുള്ളിൽ ഏതാനും കപ്പലുകൾ കിടക്കുന്നതും കാണാം. ഞാൻ അങ്ങനെ ഗോപുരത്തിന്റെ ഏറ്റവും മുകളിലെത്തി. വളരെ മനോഹരമായ കാഴ്ച, മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന കാഴ്ച. അമ്മ മേരിയുടെ തിരുസന്നിധിയിൽ ഞാൻ നിൽക്കുന്നു. ഇത്രയും ഉയരത്തിലാണെങ്കിലും ഒരു വല്ലാത്ത ധൈര്യം തോന്നി മനസ്സിന്. ഒരു ബോട്ടിന്റെ പുറത്ത് ഉണ്ണിയേശുവുമായി സമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് അമ്മയുടെ തിരുസ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് പോകുന്ന തന്റെ മക്കളെ അപകടങ്ങളും ആപത്തും തട്ടാതെ സംരക്ഷിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് സ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നത്. സമുദ്രത്തിലായിരിക്കുന്നവർക്കും അമ്മയെ കാണുവാൻ സാധിക്കുന്ന ഉയരത്തിലാണ് സ്വരൂപം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അമ്മയെ കാണുന്നത് അവർക്കും ഒരു ധൈര്യവും സന്തോഷവുമാണ്. വളരെ വലുതും മനോഹരവുമായ ദേവാലയമണിയുടെ ചിത്രങ്ങൾ കൂടി പകർത്തിയതിനു ശേഷം ഞാൻ ഗോപുരത്തിൽ നിന്നും താഴേക്കിറങ്ങി. വിഴിഞ്ഞം സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ സിന്ധു യാത്രാ മാതാ ദേവാലയമാണ് ഇത്. പഴയ പോർച്ചുഗീസ് പള്ളി എന്നും അറിയപ്പെടുന്നു. വിഴിഞ്ഞം എന്നത് ഒരു പുരാതന മത്സ്യബന്ധന ഗ്രാമവും ഒരു പ്രധാന വ്യാപാര തുറമുഖവുമാണ്. എന്നാൽ 14-ാം നൂറ്റാണ്ടിൽ തന്നെ പോർച്ചുഗീസ് മിഷണറിമാർ വിഴിഞ്ഞത്തെത്തുകയും വിശുദ്ധ ഫ്രാൻസിസ് തന്നെ അനേകം പേരെ മാമോദിസ മുക്കിയതായും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അവർ ലേഡി ഓഫ് സീ വോയേജ് എന്നറിയപ്പെടുന്ന സിന്ധു യാത്രാമാതാ ദേവാലയമായ പഴയ പോർച്ചുഗീസ് പള്ളിയുടെ ചരിത്രം ഏറെക്കുറെ അജ്ഞാതമാണ്. എങ്കിലും ഈ പള്ളി എങ്ങനെ ഉണ്ടായി എന്ന ഐതിഹ്യം പ്രദേശവാസികൾ പറയുന്നത് ഇങ്ങനെയാണ്. മുമ്പ് ഇവിടെ നിലവിലുണ്ടായിരുന്ന അസംപ്ഷൻ ചർച്ച് ഒരു അത്ഭുതകരമായ സംഭവത്തെ തുടർന്ന് കടൽ യാത്രയുടെ മാതാവായി മാറുകയായിരുന്നു എന്നാണ്.
ഒരു കൂട്ടം പോർച്ചുഗീസ് നാവികർ വിഴിഞ്ഞം കടലിലൂടെ തങ്ങളുടെ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയം പെട്ടെന്നുണ്ടായ കടലിന്റെ കോളുമാറ്റവും അതിക്രൂരമായ ആലിപ്പഴം പൊഴിച്ചിലും നാവികരെ ഭയപ്പെടുത്തി. കപ്പൽ തകർന്നു പോകുമെന്ന നിലയിലെത്തിയപ്പോൾ ഭയന്നുപോയ കപ്പലിലെ ജോലിക്കാർ കന്യാമറിയത്തിന്റെ സ്വരൂപത്തിൽ തൊട്ട് ഭ്രാന്തമായി പ്രാർത്ഥിച്ചതായും പറയുന്നു. തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ അവരുടെ ജീവന് പകരമായി അമ്മ മറിയത്തിന്റെ സ്വരൂപം കടലിലേക്ക് ഒഴുക്കിവിടാമെന്നും ആ സ്വരൂപം എത്തുന്നിടത്തെല്ലാം അമ്മയ്ക്ക് വേണ്ടി ദേവാലയം പണിയാമെന്നും അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ അമ്മയുടെ തിരുസ്വരൂപം ഒരു കൊട്ടയിൽ വയ്ക്കുകയും അത് തിരമാലയിൽ ഒഴുക്കിവിടുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ കപ്പലിൽ ഒരു പ്രകാശം നിറയുകയും കടൽ ശാന്തമാവുകയും ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ അമ്മ മറിയത്തിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് ആ കൊട്ട വന്നടിഞ്ഞത് നിലവിലുള്ള ചർച്ച് ഓഫ് അസംഷനിലേക്കായിരുന്നു. സ്വരൂപത്തെ പിന്തുടർന്നു വന്ന നാവികർ ദേവാലയമുറ്റത്ത് വിശ്രമിക്കുകയും സമീപവാസികളോട് കാര്യം പറയുകയും ചെയ്തു. അവർ വിശ്രമിക്കുന്ന സമയം പള്ളിമണികൾ തുടർച്ചയായി ഭ്രാന്തമായി മുഴങ്ങുവാൻ തുടങ്ങിയെന്ന് പറയപ്പെടുന്നു. അങ്ങനെ സമീപത്തെ ഗ്രാമവാസികൾ പ്രതിമയെടുത്ത് ആ ദേവാലയത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചു. കടലിൽ യാത്ര ചെയ്യുന്നവരെ രക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന മാതാവാണ് പള്ളിയിൽ സ്ഥാപിച്ച കന്യാമറിയത്തിന്റെ തിരുസ്വരൂപമെന്ന് അറിയിക്കുന്നതിന് വേണ്ടി ദേവാലയത്തിന് സിന്ധു യാത്രാ മഠം അഥവാ കടൽ യാത്രയുടെ മാതാവ് എന്ന് പുനർനാമകരണവും ചെയ്തതായാണ് ചരിത്രം. ദേവാലയത്തിന്റെ നീണ്ട ചരിത്രത്തിൽ പലതവണ പുതുക്കിപ്പണിയുകയും പുനർനിർമ്മിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. 1949 ഇപ്പോഴുള്ള ഓറഞ്ചും നീലയും നിറത്തിലുള്ള ദേവാലയം ഉയരുകയും സജീവമായ ഒരു സഭ ഇപ്പോഴും ആ ദേവാലയത്തിൽ ഉണ്ട് എന്നും പറയപ്പെടുന്നു. ആ പോർച്ചുഗീസ് കപ്പലിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് അമ്മയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുന്ന കപ്പലെന്ന് മനസ്സിലാക്കാം. കലിതുള്ളുന്ന കടലിൽ തന്റെ കൈകളിൽ ആ കപ്പലിനെ അമ്മ സുരക്ഷിതമായി പിടിച്ചിരിക്കുന്നു. ആ ഒരു വിശ്വാസം ഇന്നും ദേവാലയത്തിലെത്തുന്ന വിശ്വാസികൾക്ക് ഉണ്ട് എന്നത് വാസ്തവമാണ്. നിരവധി തീർത്ഥാടകരാണ് ദേവാലയത്തിൽ ദിനംപ്രതി എത്തുന്നത്. വിനോദസഞ്ചാരികളും അമ്മയുടെ തിരുസന്നിധിയിൽ എത്താറുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും 25 കിലോമീറ്റർ ദൂരമാണ് സിന്ധു യാത്രാമാത ദേവാലയത്തിനുള്ളത്. വിഴിഞ്ഞം ഹൈവേ വഴി ദേവാലയത്തിലെത്തുവാൻ സാധിക്കും. അങ്ങനെ ദേവാലയത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം അമ്മ മറിയത്തിന്റെ തിരുസന്നിധിയിൽ അല്പനേരം മൗനമായി എന്റെ സങ്കടങ്ങൾ അറിയിച്ചിട്ട് ഞാൻ അവിടെ നിന്നും യാത്രയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യുവാനും മറക്കല്ലേ. പുതുതായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ഓക്കെ.